ഹായ് എവരി വൺ, എല്ലാവർക്കും നോക്ക് ദ റെസിപ്പീസ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു തനി നാടൻ വിഭവവുമായിട്ടാണ്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ധാരാളമായി ഉണ്ടാകുന്നതും ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ചേമ്പിന്റെ താളും കൂമ്പിലയും കൊണ്ട് ഒരു കറി. എണ്ണിയാൽ തീരാത്ത അത്രയും ഗുണങ്ങളുള്ള ചേമ്പിൻതാളും കൂമ്പും കൊണ്ടുള്ള കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേമ്പിന്റെ താളും കൂമ്പിലയുമാണ്. താള് അല്ലെങ്കിൽ ചേമ്പിന്റെ തണ്ട് എടുക്കുമ്പോൾ ചേമ്പിന്റെ കൂമ്പില അല്ലെങ്കിൽ മുളച്ചു വരാൻ തുടങ്ങുന്ന ഇലയോട് കൂടിയ താള് വേണം കറിക്കായി മുറിച്ചെടുക്കാൻ. മുറിക്കുമ്പോൾ തന്നെ അതിന്റെ ടെൻഡർനെസ് അറിയാൻ പറ്റും. അത്രയ്ക്കും നല്ല ടെൻഡർ ആയിട്ടുള്ള ചേമ്പിന്റെ തണ്ട് തന്നെ കറി വെക്കാൻ ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ 1/4 കപ്പ് പരിപ്പ് സോക്ക് ചെയ്ത് വെച്ചത്, 1 കപ്പ് നാളികേരം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നെല്ലിക്ക വലുപ്പത്തോളം സാമ്പാർ പുളി ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെച്ച പുളിവെള്ളം, 1 തണ്ട് വേപ്പില, 1 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ചേമ്പിൻതാളിന്റെയും കൂമ്പിന്റെയും ഗുണങ്ങൾ പറയാനാണെങ്കിൽ ഏറെയുണ്ട്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ് ചേമ്പിൻതാളിന്റെയും ചേമ്പിൻ കൂമ്പിന്റെയും ഗുണങ്ങൾ. എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് ഗുണങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം. ശാരീരികവും മാനസികവുമായ എനർജി ഉണ്ടാക്കുന്നതിൽ ചേമ്പിനെ കഴിഞ്ഞേ മറ്റ് വെജിറ്റബിൾസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചേമ്പ് തളർച്ചയെയും ക്ഷീണത്തെയും ഇല്ലാതാക്കുന്നു. ഫൈബർ കണ്ടന്റ് സമൃദ്ധിയായി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് ദഹനേന്ദ്രിയത്തിന്റെ ആരോഗ്യത്തിനും ഏറെ ഉത്തമമാണ്. പിന്നെ ചേമ്പിലയിൽ കൊളസ്ട്രോൾ തീരെ ഇല്ലാത്തതുകൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് ഒരുപാട് സഹായിക്കും. BP നിയന്ത്രിക്കാനും സ്ട്രോക്ക് വരാതിരിക്കാനും അതോടൊപ്പം ഹാർട്ടിന്റെ ആരോഗ്യത്തിനും ഒരുപാട് ഗുണം ചെയ്യുന്ന പ്രോട്ടീൻസും വൈറ്റമിൻസും ധാരാളം പോഷകങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ചേമ്പിന്റെ താളിലും കൂമ്പിലയിലും. വൈറ്റമിൻ എ ധാരാളമുള്ള കാരണം കണ്ണിന്റെ ആരോഗ്യത്തിനും, അയൺ കണ്ടന്റ് ധാരാളമുള്ളതിനാൽ ഹീമോഗ്ലോബിൻ ഉണ്ടാകാനും അതിലൂടെ അനീമിയ ഇല്ലാതാക്കാനും ചേമ്പിന്റെ കൂമ്പും ചേമ്പിന്റെ താളും വെച്ചുണ്ടാക്കുന്ന കറികൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് സഹായിക്കുന്നതാണ്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര പോഷക ഗുണങ്ങളും ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ളതാണ് ചേമ്പിന്റെ കൂമ്പിലയ്ക്കും ചേമ്പിന്റെ താളിനും. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് നാളികേരവും 1 ടീസ്പൂൺ ജീരകവും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒരു മിക്സിയുടെ ജാറിൽ ഫൈനായി അരച്ചെടുത്ത് മാറ്റിവെക്കണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാൻ ചേമ്പിൻതാളും ചേമ്പിന്റെ കൂമ്പും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അരിഞ്ഞെടുത്ത ചേമ്പിൻതാളും ചേമ്പിൻ കൂമ്പും പരിപ്പും 1 ടീസ്പൂൺ ഉപ്പും വേപ്പിലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കുക്കറിൽ 1 വിസിൽ മാത്രം വരുത്തി വേവിച്ചെടുക്കണം. കുക്കറിന്റെ പ്രഷറൊക്കെ പോയി തുറന്നു നോക്കുമ്പോൾ വേവൊക്കെ കറക്റ്റ് പാകമാണ്. എനിക്ക് പരിപ്പും വെജിറ്റബിൾസും ഒരുപാട് വെന്തുടയുന്നത് ഇഷ്ടമില്ലാത്ത കാരണം 1 വിസിൽ മാത്രമേ ഞാൻ വരുത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒന്നുകൂടി വേവിക്കണമെങ്കിൽ 2 വിസിൽ വരുത്തിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച നാളികേരത്തിന്റെ അരപ്പും എടുത്തു വെച്ചിരിക്കുന്നതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ അതായത് 6 ടീസ്പൂൺ പുളിവെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നന്നായി തിളപ്പിച്ചെടുക്കണം. കറിയുടെ കൺസിസ്റ്റൻസിയും ഉപ്പും പുളിയും ഒക്കെ പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് കറിയുടെ പുളിയും കൺസിസ്റ്റൻസിയും ഒക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കറി നന്നായി തിളച്ച ശേഷം ഉപ്പും എരിവും ഒക്കെ പാകമല്ലേ നോക്കിയ ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തട്ക പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം വെളിച്ചെണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുന്ന സമയത്തേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം ഇതുപോലെ ബ്രൗൺ നിറമായി മൂത്ത് വരുന്ന സമയത്ത് എനിക്ക് കറി നോക്കിയപ്പോൾ ഒരു ഇത്തിരി എരിവ് കുറവായി തോന്നി. കാരണം ഒരു 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം മാത്രമാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് താളിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതും നല്ല ടേസ്റ്റിയുമായ ചേമ്പിന്റെ കൂമ്പും താളും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഈ ഹെൽത്തി റെസിപ്പി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.